Good morning all. Today we are going to learn 9th Standard Geography Chapter 1 ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാലാവസ്ഥയെക്കുറിച്ചാണ്. കാലാവസ്ഥ അതായത് ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം അല്ലെങ്കിൽ ക്ലൈമറ്റിക് ഡിവൈഡ് തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതാത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹിമാലയ പ്രദേശങ്ങളിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതാത് പ്രദേശത്തിന്റെ അതായത് ഓരോ പ്രദേശങ്ങളുടെ ഉയരവും അതുപോലെ ഭൂപ്രകൃതിയും അനുസരിച്ചാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ കാലാവസ്ഥ വിഭാജകം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇന്ത്യയുടെ വടക്കൻ അതിര് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹിമാലയ പർവ്വതമാണ്. പിന്നെ അവിടെയുള്ള തുടർ പർവ്വതങ്ങളും ചേർന്നിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും അതുപോലെ മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം ഉണ്ടാകുന്നു. ഓക്കെ, അതുപോലെ തന്നെ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും അതുപോലെ സിവാലിക് മലയടിവാരങ്ങളിലും ഏത് കാലാവസ്ഥയായിരിക്കുമെന്ന് ചോദിച്ചാൽ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കുമെന്ന് ഓർത്തുവെക്കുക. എന്നാൽ ചില ഭാഗങ്ങൾ എങ്ങനെയായിരിക്കും? ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ എങ്ങനെയായിരിക്കും കാലാവസ്ഥ? അതായത് താപനില എങ്ങനെയായിരിക്കും? കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും അതുപോലെ തന്നെ ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അവിടെ ഉണ്ടാവുക. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പൊ അത് ഓർത്തു വെക്കുക. അതായത് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും അതുപോലെ ലഡാക്ക് മേഖലകളിലൊക്കെ ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലത്തെ കാലാവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് നോക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. അതും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അതായത് സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും ഏത് മൺസൂൺ ആണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഏത് മഴയാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ് ലഭിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കും? മഞ്ഞുവീഴ്ച സാധാരണമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ എന്ത് സംഭവിക്കും? വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ എന്ത് ചെയ്യുന്നു? മഴ ലഭിക്കുന്നു. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, മേഘാലയ എന്ന് പറയുന്ന പീഠഭൂമിയിലൊക്കെ ഉയർന്ന തോതിൽ മഴ ലഭിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ എവിടെയാണ്? അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു എന്നാണ് പറയുന്നത്. അതിനാലാണ് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് നദീവ്യവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം സൃഷ്ടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അതുപോലെ തന്നെ അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയ നീരൊഴുക്ക് വ്യൂഹം അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം സൃഷ്ടിക്കുന്നതെന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഈ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് അവിടെ ഉണ്ടാവുക.
അതുപോലെ പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കുകളാണ് ഈ നദികൾക്കുള്ളത്. കാരണം സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ V-രൂപ താഴ്വരകൾ, അതുപോലെ ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ് ഈ നദികൾ? എന്ത് ചെയ്യുന്നു? V-രൂപ താഴ്വരകളും അതുപോലെ തന്നെ ഗിരികന്ധരങ്ങളും അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ, ഇതൊക്കെ ഈ ഭൂരൂപങ്ങളൊക്കെ ഈ നദികൾ സൃഷ്ടിക്കുന്നു. ഓക്കെ, അപ്പൊ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് എന്താണ്? അതായത് നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായി ഇറോഷനിലൂടെ, അതായത് അപരദനത്തിന് വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. അപ്പൊ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനുള്ള കാരണം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എങ്ങനെയാണ്? നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ എന്ത് ചെയ്യുന്നു? അപരദന വിധേയമാകുന്നത് കൊണ്ടാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനുള്ള കാരണം എന്ന് ഓർത്തുവെക്കുക. അതുപോലെ എന്താണ് V-രൂപ താഴ്വര എന്ന് നോക്കാം. അതായത് നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം അവിടെ എന്ത് ചെയ്യും? വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാലാണ് ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ V അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാലാണ് V-രൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ്? നദി ഒഴുകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന്റെ വശങ്ങളിൽ എന്ത് ചെയ്യുന്നു? അതായത് അപരദനം മൂലം വീതി കൂടുകയും നദീതടത്തിന്റെ അടിത്തട്ടിലെ അതായത് അപരദനം മൂലം എന്ത് സംഭവിക്കുന്നു? ആഴം വർദ്ധിക്കുന്നു. ഈ പ്രവർത്തനങ്ങളാൽ എന്ത് ചെയ്യുന്നു? ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. അത് V-രൂപത്തിലാണ് രൂപപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ V-രൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതൊക്കെയാണ് നദീവ്യവസ്ഥയിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലേക്ക് നമുക്കറിയാം വേനൽക്കാലത്തും വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്, അല്ലേ? ഹിമാലയൻ നദികളിലേക്ക് വേനൽക്കാലത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മാപ്പിൽ ഹിമാലയൻ നദികളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്, ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്, ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, കിഴക്കൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അത് നല്ലപോലെ നോക്കി വെക്കുക. അപ്പോൾ അടുത്തത് മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളാണ്. വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹമാണ് ഏത്? സിന്ധു നദിയും. ഈ ബൊഖർചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഏത്? സിന്ധു നദി എന്ന് ഓർത്തു വെക്കുക. ഇതെവിടെയാണ് ബൊഖർചു ഹിമാനി എന്ന് പറയുന്നത്? മാനസ സരോവര തടാകത്തിന് അടുത്താണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഗാംഗോത്രി എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഗാംഗോത്രി എന്ന് പറയുന്നത് ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതുപോലെ തന്നെ ഈ ഗംഗാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? അതായത് യമുനയുണ്ട്, ഘാഘര, ഗണ്ഡക്, കോസി തുടങ്ങിയവയാണ് ഏത്? ഈ ഗംഗാ നദിയുടെ പോഷക നദികൾ. ഉത്തരാഖണ്ഡ് അതുപോലെ നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ഏതൊക്കെ? ഈ യമുന, ഘാഘര, ഗണ്ഡക്, കോസി തുടങ്ങിയവ. അപ്പോ ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഗാംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഏത് നദി എന്ന് ഓർത്തു വയ്ക്കുക? നമ്മുടെ ഗംഗാ നദി. ഗംഗാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുനയുണ്ട്, ഘാഘരയുണ്ട്, ഗണ്ഡക് ഉണ്ട്, കോസി തുടങ്ങിയവയാണ്. ഇതെവിടെയുള്ള നദികളാണെന്ന് ചോദിച്ചാൽ എവിടെയുള്ളതാണ്? ഉത്തരാഖണ്ഡ് അതുപോലെ തന്നെ നേപ്പാൾ, ഇവിടെയൊക്കെയാണ് ഹിമാലയത്തിലെ ഈ പ്രധാന നദികൾ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്ദുങ് എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? ബ്രഹ്മപുത്ര. ഏതാണ്? ബ്രഹ്മപുത്ര. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മാനസ സരോവര തടാകത്തിനടുത്തുള്ള ചെമയുങ്ദുങ് എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്നാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. അതിന്റെ ഈ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ദിബാങ്കും ലോഹിത്, മാനസ്. ഏതൊക്കെയാണ്? ദിബാങ്ക്, ലോഹിത്, മാനസ് മുതലായവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ എന്ന് അറിയപ്പെടുന്നത്.
ഇതും കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹമാണ്. അപ്പോൾ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? അതായത് നമ്മുടെ സിന്ധു നദിയും അതിന്റെ പോഷക നദികളുമാണ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ്? ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് യമുന, ഘാഘര, ഗണ്ഡക്, കോസി എന്ന് പറയുന്നത്. ഇത് ഏത് നദിയുടെ പോഷക നദികളാണ്? ഗംഗാ നദിയുടെ. അതുപോലെ കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഭൂപടത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഹിമാലയൻ നദികളെ കുറിച്ച് പഠിച്ചു അല്ലേ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? മണ്ണാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണ് ഏതൊക്കെയാണ്? പർവ്വത മണ്ണും വനമണ്ണുമാണെന്ന് ഓർത്തു വെക്കുക. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരി വലിപ്പത്തിലുമൊക്കെ വ്യത്യാസമുണ്ടാകും. അത് ഏതനുസരിച്ചാണ്? പർവ്വത പരിസ്ഥിതി അനുസരിച്ചാണ് മണ്ണിന്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസം ഉണ്ടാകുക. താഴ്വാരങ്ങളിൽ എങ്ങനെയുള്ള മണ്ണായിരിക്കും നമുക്ക് നോക്കാം. അതായത് താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പോൾ താഴ്വാരങ്ങളിൽ എങ്ങനെയുള്ള മണ്ണാണ്? നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുമുള്ള മണ്ണായിരിക്കും. ഉയർന്ന ചരിവുകളിലാണെങ്കിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണുക. അപ്പോൾ താഴ്വാരങ്ങളിൽ നേർത്ത തരികളായിരിക്കും, ജൈവാംശം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഉയർന്ന ചരിവുകളിൽ എങ്ങനെയായിരിക്കും? വലിയ തരികളായിരിക്കും, ജൈവാംശം കുറവായിരിക്കും. അതിന്റെ ആ വ്യത്യാസം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. താഴ്വരകളിൽ എന്തിന്റെ നിക്ഷേപമാണ് പ്രധാനമായി അല്ലെങ്കിൽ കൂടുതലായി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? എക്കൽ മണ്ണാണ്. അതായത് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കരേവാസ്. ഏതാണ്? കരേവാസ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് ഏത്? കരേവാസ് എന്നറിയപ്പെടുന്നത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക്, അതായത് സാഫ്രോൺ കേസർ എന്ന് പറയുന്ന ആ ഒരു കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരേവാസ്. നമുക്കറിയാം, കുങ്കുമപ്പൂ അറിയാം അല്ലെ? അപ്പൊ കുങ്കുമപ്പൂ കൃഷിക്ക് ഏത് മണ്ണാണ് ഉപയോഗിക്കുന്നത്? കരേവാസ് എന്ന് പറയുന്ന മണ്ണാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? എക്കൽ മണ്ണ് ആണ് സജീവം. ഇവിടെ നേർത്ത മണലും അതുപോലെ തന്നെ ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണിനെ ആണ് കരേവാസ് എന്നറിയപ്പെടുന്നത്. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണിനെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കരേവാസ്. ഇത് കൂടുതലായി കരേവാസ് എന്ന് പറയുന്ന മണ്ണ് എന്തിനാണ് കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏത് കൃഷിക്ക് അനുയോജ്യമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കുങ്കുമപ്പൂ കൃഷിക്ക് ആണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മണ്ണിനെ കുറിച്ച് പഠിച്ചു, പിന്നെ നദീതടങ്ങളെ കുറിച്ച് പഠിച്ചു, ഭൂപ്രകൃതി, അതുപോലെ കാലാവസ്ഥയൊക്കെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.